ചിത എരിഞ്ഞടങ്ങിയെങ്കിലും ജനമനസ്സുകളിൽ VS എന്ന കടലിരമ്പുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ഇന്നും ആലപ്പുഴയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അറിയുന്നതും അറിയപ്പെടാത്തതുമായ നൂറുകണക്കിന് പുന്നപ്ര രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ VSന്റെ ചിതയ്ക്കരികിലേക്ക് രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ഒരുപാട് പോരാടി സഖാവാണ്. ഒരുപാട് നമുക്ക് ഞങ്ങൾ മറക്കാൻ പറ്റില്ല. മരിച്ചത് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അത്രയും കരുത്തനായ നേതാവ്. ഇന്നലെ വരുന്ന വഴിക്ക് എനിക്ക് കാണാൻ പറ്റി. എങ്കിൽ തന്നെ ഇന്ന് ഇവിടെ വന്ന് കാണണമെന്നൊരു മനസ്സ് അതുകൊണ്ട് വന്നതാണ്. ആദിവാസിയായിരുന്നു. എല്ലാവർക്കും നല്ലത് വേണ്ടി നല്ല കാര്യം വേണ്ടി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് VS. ആ VS മരിച്ചുവെന്ന് ഞങ്ങൾ ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. 11 മണിയോടുകൂടി മകൻ VA അരുൺകുമാറും മകളും മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ജോസഫ് C. മാത്യു അടക്കമുള്ള ആളുകളും ഇവിടെ വലിയ ചുടുകാട്ടിലെത്തി. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും 6 വർഷം ഒരു വലിയ കാലയളവാണ്. ഒരാൾ നഷ്ടപ്പെട്ടാൽ അത് വിസ്മൃതിയിലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എണ്ണി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവരതെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൽ നല്ല ധാരണയുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, യുവതികൾ ഒക്കെ കാണിച്ച ഒരു ആവേശവും മുദ്രാവാക്യവും എല്ലാം സൂചിപ്പിക്കുന്നത് ഭാവി കേരളത്തിന് എന്താണ് വേണ്ടതെന്നുള്ളതിലും അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമേ VSന്റെ ചിത മൂടുകയുള്ളൂ. അതുവരെ ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇതിനുശേഷം ഇവിടെ ഏത് തരത്തിൽ സ്മാരകം പണിയണം എന്നുള്ള കാര്യം മറ്റും പാർട്ടി തീരുമാനിക്കുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, മാതൃഭൂമി.